നമസ്കാരം. ഓൺ40 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം. കോക്രോച്ച് പാർട്ടിക്ക് പിടിവീണു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിലെ കേരള ഹൗസിൽ. മലയുടെ ദുരത്തിൽ ഒഴിപ്പിക്കൽ വേഗത്തിലാക്കണം. കാലവർഷം കനക്കാനാണ് സാധ്യത. ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം. നവകേരള യാത്രക്കിടയിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തല്ലിയത് വലിയ വിവാദമായിരുന്നു. തെളിവുകൾ ശേഖരിച്ച് ഗൺമാൻമാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകണമെന്നുള്ള ചുമതലയുള്ള ഗൺമാൻ എന്തിനാണ് പ്രവർത്തകരെ ഇറങ്ങി മർദ്ദിച്ചത്? മുഖ്യമന്ത്രിയുടെ അനുവാദം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തി അവരെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു പുറമെ ചിത്രങ്ങൾ ശേഖരിച്ച മാധ്യമ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് വലിയ വിവാദമായി തുടരുകയാണ്. കേരള സിംഹം ഷൗക്കത്ത് അലിയാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഉടനെ അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 ഗൺമാൻമാർക്കെതിരെയാണ് കേസ്. ഭരണത്തിലിരുന്നപ്പോൾ ഇവരെ രക്ഷിക്കാനായി ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതും കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ചതും വിവരങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചതും ഏറെ വിവാദമായിരുന്നു. നടപടി എന്തായാലും ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CJP പാർട്ടിയുടെ ഇൻസ്റ്റ അക്കൗണ്ടും പിടിവീണിരിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ പാർട്ടിക്ക് കോടിക്കണക്കിന് ആളുകളാണ് ഫോളോ ചെയ്തത്. ചെരുപ്പ് ചിഹ്നവും കോക്രോച്ച് എന്ന പേരുമാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചത്. ഇൻസ്റ്റ അക്കൗണ്ട് ഉൾപ്പെടെ ബാൻ ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു. രാത്രിയിൽ ഓണാകുന്ന ഈ പാർട്ടി രാജ്യത്തിന് ഭീഷണിയാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് പാർട്ടി രൂപീകരിച്ചതെന്നാണ് സ്ഥാപകർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് പൂട്ടുവീണു. കോൺഗ്രസിന് പിന്നിലും BJPക്ക് മുന്നിലും അങ്ങനെ പല പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ആദ്യം ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി ഇപ്പോൾ വെബ്സൈറ്റിലേക്കും പോയി. ഒടുവിൽ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ജെൻസി യൂത്ത് ഇവരുടെ പൊതുവികാരം അതാണ് ഈ പാർട്ടിക്ക് ഇത്രയും വലിയ സ്വീകാര്യത നൽകിയത്. സ്ഥാപകനായ അജിത് ദീപക് ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകളാണ് ഈ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിലെ കേരള ഹൗസിൽ. കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്ന വൻപിച്ച പരാജയത്തെ പഠിക്കാൻ കേരള ഹൗസിൽ 3 ദിവസത്തെ യോഗം കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ പരാജയം സംഭവിക്കാൻ കാരണമായ പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് തുടരുന്നത് പൊതുവെ എതിർ അഭിപ്രായം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നടക്കുന്ന യോഗത്തിലും കൃത്യമായി എതിർപ്പ് അറിയിക്കുന്നുണ്ട്. എങ്കിലും പാർട്ടിക്ക് സംഭവിച്ച കുറവുകളെ പരിഗണിച്ച് വീണ്ടും മുന്നിലേക്ക് വരാൻ ശ്രമിക്കുമെന്നും അതിനായി ശ്രമങ്ങൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. PK ശ്രീമതി ടീച്ചർ, K ശൈലജ ടീച്ചർ, EP ജയരാജൻ, MA ബേബി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി പതിവിലും ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും ഏരിയ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നതിൽ ഒത്തിരി പ്രതിഷേധവും ഉയരുന്നുണ്ട്. ജനാഭിപ്രായം കേൾക്കാതെ ഇനിയും തുടരാൻ പാടില്ല എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. നാണംകെട്ട പരാജയമാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. നീണ്ട 60 വർഷത്തെ കോടതി നടപടികൾക്ക് ശേഷമാണ് ശങ്കരൻ നായർക്ക് സ്വന്തം സ്ഥലത്തെ കുടിയേറി പാർത്തവരെ ഒഴിവാക്കാൻ വിധി വരുന്നത്. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്തെ ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് സുപ്രീം കോടതി താക്കീത് ചെയ്തത്. 15 തവണയായി ശ്രമം നടത്തിയിട്ടും അതെല്ലാം പരാജയത്തിലെത്തിയത് ജനരോഷം കൊണ്ടാണ്. ആദിവാസി കോളനി ആണെങ്കിലും സ്ഥലത്തെ സ്വകാര്യ വ്യക്തിക്ക് ഉടമസ്ഥതയിലുള്ളതാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അഭിഭാഷക കമ്മീഷൻ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മരവിപ്പിക്കാൻ പറഞ്ഞുവെങ്കിലും കോടതി വിധി മാനിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇനി ഒഴിഞ്ഞു പോകുന്ന ജനങ്ങൾ എവിടെ താമസം തുടങ്ങും, ഒരുമിച്ചോ കൂട്ടത്തോടെയോ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകോ എന്നെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയേണ്ടതാണ്. ജൂൺ മാസത്തോടെ കാലവർഷം കനക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഴക്കെടുതി ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അസമയത്ത് യാത്ര ചെയ്യുന്നവരും തീരദേശത്ത് താമസിക്കുന്നവരും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സ്കൂൾ തുറക്കുന്ന സാഹചര്യം കൂടി ആയതിനാൽ പകർച്ചവ്യാധികൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കണം. ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ഉൾപ്പെടെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്.